ബോട്ടണി രണ്ടാം വർഷ പരീക്ഷയുടെ ഭാഗമായി പ്രാക്ടിക്കൽ ഇവാലുവേഷൻ നടക്കേണ്ടതുണ്ട്. പ്രാക്ടിക്കൽ ഇവാലുവേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രാക്ടിക്കൽ ഡയറി അഥവാ ബോട്ടണി റെക്കോർഡ് തയ്യാറാക്കുക എന്നുള്ളത്. ബോട്ടണി റെക്കോർഡ് തയ്യാറാക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, അത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമാക്കുന്ന വീഡിയോ ആണ് ഇത്. പ്രാക്ടിക്കൽ ഇവാലുവേഷൻ 20 സ്കോറിലാണ് നടത്തുന്നത്. അതിൻ്റെ 10% മാർക്കായ 2 മാർക്ക് ആണ് പ്രാക്ടിക്കൽ ഡയറി അഥവാ ബോട്ടണി റെക്കോർഡിന് അലോട്ട് ചെയ്തിരിക്കുന്നത്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ സമയത്ത് പ്രാക്ടിക്കൽ ഹാളിലേക്ക് കയറുന്നതിന് പ്രാക്ടിക്കൽ ഡയറി ബോട്ടണി റെക്കോർഡ് ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബോട്ടണി പ്രാക്ടിക്കൽ ചെയ്യുന്നതിനായി ബോട്ടണി പ്രാക്ടിക്കൽ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ബോട്ടണിയുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിൽ ഇൻറ്റേർണൽ എക്സാമിനർ, അതായത് നിങ്ങളുടെ ബോട്ടണി അധ്യാപകൻ അധ്യാപിക അത് സർട്ടിഫൈ ചെയ്തിരിക്കണം. ഇൻറ്റേർണൽ എക്സാമിനർ സർട്ടിഫൈ ചെയ്ത റെക്കോർഡ് മാത്രമേ എക്സ്റ്റേണൽ എക്സാമിനർ വാല്യൂ ചെയ്ത് മാർക്കിടുകയുള്ളൂ. അതിനാൽ തന്നെ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എല്ലാവരും ബോട്ടണി റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പ്രാക്ടിക്കൽ ഹാളിലേക്ക് വന്ന് ബോട്ടണി റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുക. പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിൽ ഉൾക്കൊള്ളിക്കേണ്ട ടോപ്പിക്കുകളും പടങ്ങളും നോട്ടുകളും എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പായി ബോട്ടണി റെക്കോർഡിൻ്റെ ഒരു ജനറൽ പ്ലാനിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു ടിപ്പിക്കൽ ബോട്ടണി റെക്കോർഡിൻ്റെ പുറംചട്ട തുറന്നാൽ കാണുന്ന പേജാണ് സർട്ടിഫിക്കേഷൻ പേജ്. സർട്ടിഫിക്കറ്റ് പേജാണ് ഈ കാണിക്കുന്നത്. ഒരു പ്രാക്ടിക്കൽ റെക്കോർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഈ പേജിൽ അടങ്ങിയിട്ടുള്ളത്. പ്രധാനമായും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ നമ്പർ, വിദ്യാർത്ഥിയുടെ ഡീറ്റെയിൽസ്, ഇൻറ്റേർണൽ എക്സാമിനറുടെ സർട്ടിഫിക്കേഷൻ, എക്സ്റ്റേണൽ എക്സാമിനറുടെ വെരിഫിക്കേഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ പേജിൽ കാണാവുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റ് പേജിൻ്റെ ഓരോ ഭാഗവും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഏറ്റവും മുകളിലായി ഹയർ സെക്കൻഡറി കോഴ്സ് എന്നുള്ളതിന് താഴെ ഒരു ബോക്സ് ഉണ്ട്. അതിൽ സ്കൂൾ നെയിം എഴുതണം. സ്കൂൾ നെയിമിൻ്റെ താഴെ ബോട്ടണി പ്രാക്ടിക്കൽ റെക്കോർഡ് എന്ന് എഴുതിയതിന് കീഴെയായി രജിസ്റ്റർ നമ്പർ എഴുതാനുള്ള പ്രത്യേക പ്ലേസ് ഉണ്ട്. പരീക്ഷ ഹോൾ ടിക്കറ്റ് നോക്കി രജിസ്റ്റർ നമ്പർ വളരെ കൃത്യമായി എഴുതേണ്ടതാണ്. പേര് എഴുതിയിട്ടുള്ള ബോക്സിന് കീഴെയായി സർട്ടിഫിക്കേഷൻ സെൻറ്റൻസ് ആണ്. അത് സർട്ടിഫൈ ചെയ്യുന്നത് ടീച്ചർ ഇൻചാർജാണ്. ഈ സർട്ടിഫിക്കറ്റ് സെൻറ്റൻസ് എഴുതിയതിന് ശേഷം അതിൽ ഒപ്പിടുന്നത് ടീച്ചർ ഇൻചാർജായിട്ടുള്ള ബോട്ടണി അധ്യാപകനോ അധ്യാപികയോ ആണ്. ഐ സർട്ടിഫൈ ദാറ്റ് ദിസ് ഈസ് ദി ബോണഫൈഡ് റെക്കോർഡ് ഓഫ് പ്രാക്ടിക്കൽ വർക്ക് ഡൺ ബൈ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് അവിടെ കൊടുക്കാം. ഇൻ ദി ബോട്ടണി ലബോറട്ടറി ഡ്യൂറിങ് ദി പീരീഡ്, അക്കാഡമിക് ഇയറിൻ്റെ കാര്യം എഴുതാം. വിത്ത് രജിസ്റ്റർ നമ്പർ, കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ എഴുതുന്നു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷനായി ടീച്ചർ ഇൻചാർജ് വലതുവശത്ത് താഴെയായി ഒപ്പിടുന്നു. ഡേറ്റ്, എക്സാമിനേഷൻ ഡേറ്റ് കാണിക്കാം. അതിന് താഴെ എക്സ്റ്റേണൽ എക്സാമിനറുടെ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടുള്ള വെരിഫൈഡ് എന്നെഴുതി ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. അവിടെ എക്സ്റ്റേണൽ എക്സാമിനർ പരീക്ഷാ ദിവസം ഒപ്പിട്ടുകൊള്ളും. ഇത്രയുമാണ് സർട്ടിഫിക്കറ്റ് പേജിൽ ഉള്ളത്. സർട്ടിഫിക്കറ്റ് പേജ് ഫില്ല് ചെയ്തതിന് ശേഷം അടുത്ത ഏരിയയിലേക്ക് കടക്കാം. അത് ഇൻഡെക്സ് പേജാണ്. ഇൻഡെക്സ് പേജിൽ ഫില്ല് ചെയ്യേണ്ടത് പ്രാക്ടിക്കൽ റെക്കോർഡ് വർക്കായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാവിധ എക്സ്പെരിമെൻറ്റുകളുടെയും സീരിയൽ നമ്പർ, നെയിം ഓഫ് എക്സ്പെരിമെൻറ്റ്, ഡേറ്റ്, പേജ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ
ഉള്ളിൽ കൊടുത്തിട്ട് വേണം ഇൻഡെക്സ് പേജ് ഫില്ല് ചെയ്യാൻ. അതായത് ഈ റെക്കോർഡ് ബുക്കിലെ ഏറ്റവും അവസാനത്തെ എൻട്രിയായി വരേണ്ട ഒരു ഭാഗമാണ് ഇൻഡെക്സ് പേജുകൾ. അവസാനം എല്ലാ എൻട്രികളും നടത്തിയതിന് ശേഷം ഒന്നിലധികം പേജുകൾ ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ ഇൻഡെക്സ് പേജിൻ്റെ തുടർച്ചയായിട്ടുള്ള പേജുകൾ ഉപയോഗിക്കാം. ഏറ്റവും അവസാന ഭാഗത്ത് ഇൻ്റേണൽ എക്സാമിനറുടെ ഒപ്പും സ്കൂളിൻ്റെ സീലും വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഉള്ളിലുള്ള കണ്ടൻറ്റ് പേജുകളാണ്. കണ്ടൻറ്റ് ഏരിയയിൽ 2 തരത്തിലുള്ള ഷീറ്റുകൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഒന്നാം ഭാഗത്ത് അല്പം കട്ടിയുള്ള 2 സൈഡും ബ്ലാങ്ക് ആയിട്ടുള്ള പേജുകളാണ്. ഈ പേജുകളിലാണ് മിക്കവാറും എല്ലാ പടങ്ങളും അവയുടെ നോട്ട്സും നമ്മൾ എഴുതുക. പിന്നീട് പേജുകൾ മറിച്ച് ഒരു അവസാന ഭാഗമാകുമ്പോഴേക്കും 1 സൈഡ് സിംഗിൾ ലൈൻ ഇട്ടിട്ടുള്ള പേജുകൾ നമുക്ക് കാണാം. അവ ഫിസിയോളജി എക്സ്പെരിമെൻറ്റ്സ് എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയയാണ്. ഇപ്പോൾ ഫിസിയോളജി എക്സ്പെരിമെൻറ്റ്സ് ഒഴികെയുള്ള ഭാഗങ്ങൾ എല്ലാം ആദ്യ ഭാഗങ്ങളിലാണ് നമ്മൾ വരയ്ക്കുക. നമ്മൾ കണ്ടൻറ്റ് പേജിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ബി പെൻസിൽ അല്ലെങ്കിൽ HB പെൻസിൽ ഉപയോഗിച്ച് മാത്രമേ കണ്ടൻറ്റ് പേജിലുള്ള എൻട്രികൾ നടത്താവൂ. പടം വരയ്ക്കുന്നതായാലും നോട്ട്സ് എഴുതുന്നതായാലും പെൻസിൽ കൊണ്ട് മാത്രമാണ് ചെയ്യുക. ഓരോ പേജിലും എക്സ്പെരിമെൻ്റ് നമ്പർ, എക്സ്പെരിമെൻറ്റിൻ്റെ പേര്, പേജ് നമ്പർ, ഡേറ്റ് എന്നിവ മുകൾ ഭാഗത്ത് കൊടുത്തിരിക്കേണ്ടത് ഇൻഡെക്സ് പേജ് എഴുതുന്നതിന് ആവശ്യമാണ്. 2 സൈഡും ബ്ലാങ്ക് ആയിട്ടുള്ള പേജുകൾക്ക് ശേഷം പിന്നീടുള്ള പേജുകളിൽ റൈറ്റ് സൈഡിലുള്ള പേജിൽ നിറയെ സിംഗിൾ ലൈനായിട്ടുള്ളതും എന്നാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പേജിൽ ബ്ലാങ്ക് പേജും കാണാം. ബ്ലാങ്ക് പേജിലാണ് ആ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പടങ്ങൾ വരയ്ക്കുക. റൈറ്റ് സൈഡിൽ അതിൻ്റെ എയിം, പ്രൊസീജിയർ, ഒബ്സർവേഷൻ, ഇൻഫറൻസ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസും എഴുതുന്നു. ഇപ്പോൾ ഫിസിയോളജി എക്സ്പെരിമെൻറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഏരിയയാണ് ഈ ഭാഗം. ഫിസിയോളജി എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ലൈൻഡ് പേജിൽ എഴുതുന്നത് പേന കൊണ്ട് ആകാം, പെൻസിൽ കൊണ്ടായാലും കുഴപ്പമില്ല. എന്നാൽ പടങ്ങൾ വരയ്ക്കുന്നത് പെൻസിൽ കൊണ്ട് തന്നെ ആയിരിക്കുകയും വേണം. ഓർക്കുക, പടങ്ങൾ വരയ്ക്കുമ്പോൾ എല്ലാ പടങ്ങളും ലേബൽ ചെയ്തിരിക്കണം. ആ പടത്തിൻ്റെ ഒരു ഫുട് നോട്ട് അല്ലെങ്കിൽ ഹെഡിങ് ഉണ്ടായിരിക്കുകയും വേണം. ഒരു പേജിൽ ഉൾക്കൊള്ളേണ്ട പടങ്ങൾ ഏതൊക്കെയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ആ പേജിൽ പ്രൊപ്പോർഷനേറ്റായി വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ചെറുതോ വളരെ വലുതോ ആയിട്ടുള്ള പടങ്ങൾ ആയി പോകാതെ പേജിനനുസരിച്ചിട്ടുള്ള വലിപ്പം ആ പടത്തിനുണ്ടായിരിക്കുക. ഓരോ പടവും ലേബൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ രേഖപ്പെടുത്തലുകൾക്കും ശേഷം അവസാന എക്സ്പെരിമെൻറ്റിൻ്റെ അവസാന പേജിൻ്റെ അവസാന ഭാഗത്ത് സ്കൂൾ സീലോ ഇൻ്റേണൽ എക്സാമിനറുടെ ഇനിഷ്യൽ അടങ്ങിയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനോ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഏതൊക്കെ സെക്ഷനുകളിലായി ഏതൊക്കെ തരത്തിലുള്ള പടങ്ങളും അവയുടെ നോട്ട്സുമാണ് എഴുതേണ്ടതെന്ന് ഓരോന്നായി നോക്കാം. ആദ്യമായി മൈക്രോസ്കോപ്പി എന്ന സെക്ഷനിൽ മൈക്രോസ്കോപ്പിനെ കുറിച്ചുള്ള പഠനമാണ്. മൈക്രോസ്കോപ്പിൻ്റെ പടം റൈറ്റ് സൈഡിലുള്ള പേജിൽ വരയ്ക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇടതുവശത്തെ പേജിൽ എഴുതുക. അടുത്തതായി സൈറ്റോളജി സെക്ഷനിൽ സ്റ്റഡി ഓഫ് മൈറ്റോസിസ്, മൈറ്റോസിസിൻ്റെ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്നീ സ്റ്റേജുകളുടെ പടങ്ങൾ വരയ്ക്കുന്നു. റൈറ്റ് സൈഡിൽ പടം വരയ്ക്കുകയും ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുകയും ചെയ്യുന്നു. ഓരോന്നിൻ്റെയും ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടേഴ്സാണ് ഇടതുവശത്ത് എഴുതേണ്ടത്. ഇനി
സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ്. ആദ്യമായി കിങ്ഡം മൊണീറയിലെ മെമ്പേഴ്സ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് എന്ന വിഭാഗത്തിൽ ഓരോ ജീവിയെക്കുറിച്ചും എഴുതുമ്പോഴും പടം വരയ്ക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തായി ആ ജീവിയുടെ ക്ലാസിഫിക്കേഷൻ കാണിക്കുക. ഇടതുവശത്ത് അവയുടെ ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടേഴ്സും എഴുതുക. ഇവിടെ മൊണീറയ്ക്ക് ഉദാഹരണമായി ലാക്ടോബാസിലസ് ബാക്ടീരിയകളാണ് കാണിച്ചിരിക്കുന്നത്. മൊണീറയിലെ മറ്റു ചില ജീവികളാണ് ഓസിലറ്റേറിയയും നോസ്റ്റോക്കും. ദേ ആർ കോൾഡ് സയനോബാക്ടീരിയ. അടുത്തതായി കിങ്ഡം ഫഞ്ചൈ. ഒന്നാമതായി റൈസോപ്പസ് ഓർ ബ്രെഡ് മൗൾട്ട്, ഈസ്റ്റ് ദി യൂണിസെല്ലുലാർ ഫംഗസ്, അനദർ എഡിബിൾ ഫംഗസ്, എഡിബിൾ മഷ്റൂം, അഗാരിക്കസ് എന്നിവ ഈ കിങ്ഡം ഫഞ്ചയിൽ വരുന്നതാണ്. അടുത്തതായി അൻ ആൽഗൽ ഫംഗൽ അസോസിയേഷൻ കോൾഡ് ലൈക്കൻ. ലൈക്കൻ എക്സാമ്പിളായിട്ട് അസിനിയ വരയ്ക്കുന്നു. അടുത്തതായി കിങ്ഡം പ്ലാന്റ്. പ്ലാന്റയിൽ ഒന്നാം വിഭാഗമായിട്ടുള്ള ആൽഗെ. ആദ്യമായി ഗ്രീൻ ആൽഗെ ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്പൈറോഗേറ. ദെൻ ദി ബ്രൗൺ ആൽഗെ ഈസ് റെപ്രസെൻറ്റഡ് ബൈ സർഗാസം. അടുത്ത വിഭാഗം ബ്രയോഫൈറ്റ്സ്. ആദ്യം ഫ്യൂണേറിയ ഗാമറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ്. ദെൻ ഫ്യൂണേറിയയുടെ അല്ലെങ്കിൽ മോസിൻ്റെ പ്രോട്ടോണിമ. അടുത്ത പ്ലാന്റ്സ് ആയിട്ടുള്ള ടെർഡോഫൈറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നെഫ്രോലെപ്പിസ് സ്പോറോഫൈറ്റ്. ഫേൺ പ്രോതാലസ് വിച്ച് ഈസ് ഗാമറ്റോഫൈറ്റ്. പ്ലാന്റ് കിങ്ഡത്തിൻ്റെ നാലാമത്തെ വിഭാഗമായ ജിംനോസ്പേംസിൻ്റെ എക്സാമ്പിളായിട്ടുള്ള പൈൻ ട്രീയുടെ മെയിൽ കോൺ, ഫീമെയിൽ കോൺ എന്നിവ വരച്ച് ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് എഴുതുന്നു. പ്ലാന്റ് കിങ്ഡത്തിലെ അഞ്ചാമത്തെ ഗ്രൂപ്പായിട്ടുള്ള ആൻജിയോസ്പേംസിൻ്റെ റെപ്രസെൻറ്റേഷൻസ് ഡൈക്കോട്ട് പ്ലാന്റിന് ക്ലിയോം വിസ്കോസ എന്ന ചെടിയെയും മോണോകോട്ട് പ്ലാന്റിൻ്റെ എക്സാമ്പിളായി ഗ്രാസും വരയ്ക്കുന്നു. അടുത്ത സെക്ഷൻ ആൻജിയോസ്പേംസിലെ മോഡിഫിക്കേഷൻസ് ഓഫ് സ്റ്റെം. ഒന്നാമതായി ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ്. ഒന്ന് സ്റ്റെം ടെൻഡ്രിൽ പാസിഫ്ലോറ. രണ്ട് തോൺ എക്സാമ്പിൾ കാന്തിയം. മൂന്ന് ഫിലോക്ലാഡ് എക്സാമ്പിൾ ഒപ്പൻഷ്യ. നാല് ക്ലാഡോഡ് എക്സാമ്പിൾ അസ്പരാഗസ്. അടുത്തതായി സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ്. ഇതിൽ ഒന്ന് റണ്ണർ എക്സാമ്പിൾ സെൻഡല. ഇത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിന് എക്സാമ്പിളാണ്. മറ്റൊരു സബ് ഏരിയൽ മോഡിഫിക്കേഷനായിട്ടുള്ള ഓപ്സെറ്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിന് മറ്റൊരു ഉദാഹരണമാണ്. എക്സാമ്പിൾ ഐക്കോർണിയ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ടുള്ള മറ്റൊരു സബ് ഏരിയ സ്റ്റെം മോഡിഫിക്കേഷൻ സക്കർ. എക്സാമ്പിൾ ക്രൈസാന്തിമം. ഇനി അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ്. ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ് തന്നെയാണ് ഇതേ പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂൾസും. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂൾസ് എന്ന ഹെഡിൽ ഇതേ ചെടികൾ തന്നെ വരുന്നതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കണമെന്നില്ല. അത് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്താൽ മതിയാകും. ആദ്യമായി റൈസോം എക്സാമ്പിൾ ജിഞ്ചർ. വലതുവശത്ത് പടം വരയ്ക്കുക, ഇടതുവശത്ത് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് എഴുതുക. വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂളായിട്ടുള്ള അടുത്ത അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനാണ് സ്റ്റെം ട്യൂബർ. എക്സാമ്പിൾ പൊട്ടറ്റോ ട്യൂബർ. വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂളായിട്ടുള്ള അടുത്ത അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ഈസ് ബൾബ്. എക്സാമ്പിൾ ഒനയൻ. ഇനി റൂട്ട് മോഡിഫിക്കേഷൻസ്. ഒന്ന് ടാപ്പ് റൂട്ട് മോഡിഫിക്കേഷൻ കോണിക്കൽ ഷേപ്പ്. എക്സാമ്പിൾ ക്യാരറ്റ്. ഫ്യൂസിഫോം റൂട്ട് റാഡിഷ്. ഫോർ നാപ്പിഫോം റൂട്ട് എക്സാമ്പിൾ ബീറ്റ്റൂട്ട്. റൂട്ട് ട്യൂബർ എക്സാമ്പിൾ 4 o'clock plant മിറാബിലിസ്. ബ്രീത്തിങ് റൂട്ട്സ് എക്സാമ്പിൾ റൈസോഫോറ. സ്റ്റിൽറ്റ് റൂട്ട്സ് എക്സാമ്പിൾ പൻഡാനസ്. പ്രോപ്പ് റൂട്ട്സ് എക്സാമ്പിൾ ഫൈക്കസ്. ലീഫ് മോഡിഫിക്കേഷൻസ്. ലീഫ് ടെൻഡ്രിൽ എക്സാമ്പിൾ ഗ്ലോറിയോസ. ലീഫ് ഹുക്സ് എക്സാമ്പിൾ ബിഗ്നോണിയ. ക്ലാഡോഡ് എക്സാമ്പിൾ അക്കേഷ്യ.
പിക്ചർ, എക്സാമ്പിൾ നെപ്പന്തസ്. ഇതുവരെ റൂട്ട്, സ്റ്റെം, ലീഫ് മോഡിഫിക്കേഷൻസിലുള്ള വിവിധ ചെടികളും അവയുടെ ഡീറ്റെയിൽസുമാണ് നമ്മൾ കണ്ടത്. സാധാരണ രീതിയിൽ ഈ വിഭാഗത്തിലുള്ള എല്ലാ ചെടികളുടെയും പടങ്ങളും അവയുടെ ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സും റെക്കോർഡ് ബുക്കിലേക്ക് വരയ്ക്കുവാൻ ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഏതൊക്കെ ചിത്രങ്ങളാണ് നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ അധ്യാപകനുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ച് വരയ്ക്കാവുന്നതാണ്. അടുത്തതായി ടാക്സോണമി പാർട്ടാണ്. ഇവിടെ 3 ഫാമിലികൾ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിരുന്നു. ഫാബേസിയെ, സോളനേസിയെ ആൻഡ് ലിലിയേസിയെ. ഈ ഫാമിലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ടാക്സോണമിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത പേജിൽ ഫാബേസിയ ഫാമിലിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്ലാന്റിൻ്റെ ഫ്ലോറൽ പാർട്സിൻ്റെ ഡയഗ്രങ്ങൾ വരയ്ക്കുന്നു. ഒരു സിംഗിൾ ഫ്ലവർ, ആ ഫ്ലവറിൻ്റെ LS, ഫ്ലോറൽ ഡയഗ്രം ഇത്രയും റൈറ്റ് സൈഡിലുള്ള പേജിൽ വരയ്ക്കുകയും അവയുടെ ഡീറ്റെയിൽസ്, ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് എന്നിവ ഇടതുവശത്തെ പേജിലും എഴുതുന്നു. അടുത്ത പേജിൽ സോളനേസിയെ ഫാമിലിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫ്ലവർ LS, ഫ്ലോറൽ ഡയഗ്രം എന്നിവ വലതുവശത്തെ പേജിലും അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് ഇടതുവശത്തെ പേജിലും എഴുതുന്നു. ഇനി ലിലിയേസിയ ഫാമിലി മെമ്പറിൻ്റെ പടവും അതിൻ്റെ ഫ്ലോറൽ ഡയഗ്രവും വരയ്ക്കുന്നു, ക്യാരക്ടേഴ്സ് എഴുതുന്നു. അടുത്ത സെക്ഷൻ പ്ലാന്റ് അനാറ്റമിയാണ്. പ്ലാന്റ് അനാറ്റമിയുടെ ഭാഗമായി ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് സ്റ്റെം, ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട് ഇവയുടെ ഡയഗ്രമാറ്റിക് സ്കെച്ചും സ്ട്രക്ചറൽ ഡയഗ്രവും അവയുടെ ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സുമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തുന്നത്. വലതുവശത്തെ പേജിൽ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഡയഗ്രമാറ്റിക് വ്യൂവും സ്ട്രക്ചറൽ പാർട്ടും ഒരു പോർഷൻ എൻലാർജ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ പാർട്ടും വരയ്ക്കുന്നു. ഇടതുവശത്തെ പേജിൽ അവയുടെ ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് എഴുതുന്നു. ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡൈക്കോട്ട് സ്റ്റെം ആണ് നമ്മൾ വലതുവശത്ത് വരച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഡൈക്കോട്ട് ആണ് എന്നുള്ളതിൻ്റെ ക്യാരക്ടേഴ്സും സ്റ്റെം ആണ് എന്നുള്ളതിൻ്റെ ക്യാരക്ടേഴ്സും അവസാനം ദി ഗിവൺ സ്പെസിമെൻ ഈസ് എ ഡൈക്കോട്ട് സ്റ്റെം എന്ന് പറയുന്ന ഐഡൻറ്റിഫിക്കേഷൻ സെൻറ്റൻസും ഉണ്ടായിരിക്കണം. അതേപോലെ മോണോക്കോട്ട് സ്റ്റെം വരയ്ക്കുമ്പോഴും ഡയഗ്രമാറ്റിക് വ്യൂ, ഒരു പോർഷൻ എൻലാർജ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ വ്യൂ, ഇടതുവശത്ത് അവയുടെ ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സ്, മോണോക്കോട്ട് ആണെന്നുള്ളതിൻ്റെ ക്യാരക്ടേഴ്സും സ്റ്റെം ആണ് എന്നുള്ളതിൻ്റെ ക്യാരക്ടേഴ്സും പിന്നീട് ദി ഗിവൺ സ്പെസിമെൻ ഈസ് മോണോക്കോട്ട് സ്റ്റെം എന്ന് പറയുന്ന ഐഡൻറ്റിഫിക്കേഷൻ സെൻറ്റൻസും എഴുതണം. മുൻ പറഞ്ഞ അതേ പാറ്റേണിൽ ഡൈക്കോട്ട് റൂട്ടിൻ്റെയും മോണോക്കോട്ട് റൂട്ടിൻ്റെയും TS വരയ്ക്കുക, എഴുതുക. അടുത്തതായി എംബ്രിയോളജി സെക്ഷൻ ആണ്. ഇതിൽ ഒരു ആന്തറിൻ്റെ TS ആണ് വരയ്ക്കുന്നത്. ആന്തറിൻ്റെ 4 ചേംബറുകൾ കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് വ്യൂ, അതിൽ ഒരു ചേംബർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചറൽ വ്യൂ കാണിക്കുന്നു. ഇടതുവശത്ത് ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് എഴുതുന്നു. ഇനി ബയോടെക്നോളജി വിഭാഗമാണ്. ഇവിടെ 3 ചിത്രങ്ങൾ കൊടുക്കുന്നു. ഒന്നാമതായി BT കോട്ടൺ, പിന്നീട് ക്ലോണിംഗ് വെക്റ്റർ, ബയോ റിയാക്ടർ. ഈ 3 പടങ്ങളും വലതുവശത്ത് വരയ്ക്കുന്നു. ഇടതുവശത്ത് അതിൻ്റെ പ്രത്യേകതകളോ യൂസോ എഴുതുന്നു. ഇനി എക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻ. ഇതിൽ 4 സ്പെസിമെനുകളിലായി 3 തരം ഇക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻസ് കാണിക്കുന്നു: മ്യൂച്വലിസം, കമൻസാലിസം ആൻഡ് പാരസിറ്റിസം. ആദ്യമായി മ്യൂച്വലിസത്തിൻ്റെ എക്സാമ്പിൾ ലൈക്കൻ. അതിൻ്റെ പടം റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നു. ഇടതുവശത്ത് ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് എഴുതുന്നു. കമൻസാലിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വാൻഡ, പാരസിറ്റിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് കസ്ക്യൂട്ട
ആൻഡ് ലൊറാന്തസ്. ഇവയാണ് ഇക്കോളജിക്കൽ ഇൻ്ററാക്ഷൻ കാണിക്കുന്നതിനുള്ള സ്പെസിമെൻസ്. അവസാന ഭാഗമായി പ്ലാന്റ് ഫിസിയോളജി. പ്ലാന്റ് ഫിസിയോളജി പാർട്ടിൽ സാധാരണ രീതിയിൽ 10 എക്സ്പെരിമെൻറ്റ്സിൻ്റെ എക്സ്പ്ലനേഷനാണ് വേണ്ടത്. ഈ 10 എക്സ്പെരിമെൻറ്റ്സിൻ്റെ എക്സ്പ്ലനേഷനും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അതിൽ ഉചിതമായ 5 എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ നമ്മൾ വലതുവശത്താണ് പടങ്ങൾ വരച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ വലതുവശത്ത് ലൈൻഡ് പേജുകളാണുള്ളത്, ലൈനുള്ള പേജുകളാണുള്ളത്. ഈ ഭാഗത്ത് എക്സ്പെരിമെൻറ്റിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത്. എക്സ്പെരിമെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ എയും മെറ്റീരിയൽസ് റിക്വയർഡ്, പ്രൊസീജിയർ, ഒബ്സർവേഷൻ, ഇൻഫറൻസ്, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്റ്റെപ്പുകൾ ഈ എക്സ്പെരിമെൻ്റ് എക്സ്പ്ലനേഷനിലുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനോടനുബന്ധിച്ചുള്ള പടം ഇടതുവശത്തെ ബ്ലാങ്ക് പേജിൽ കാണിക്കുക. ഓരോ എക്സ്പെരിമെൻറ്റിനും അങ്ങനെ ചെയ്താൽ മതിയാകും. ഇനി ഏതൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ആണെന്ന് നോക്കാം. 1. തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ് ടു ഡെമോൺസ്ട്രേറ്റ് ദി പ്രോസസ് ഓഫ് ഓസ്മോസിസ്. 2. സ്റ്റഡി ഓഫ് ഇംബൈബിഷൻ ബൈ റൈസിൻസ്. 3. ഹൈഡ്രല എക്സ്പെരിമെൻറ്റ് ടു ഷോ ദി ഡെമോൺസ്ട്രേഷൻ ഓഫ് ഓക്സിജൻ റിലീസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. 4. പേപ്പർ ക്രോമാറ്റോഗ്രാഫി to separate the pigments from the leaves. Study of plasmolysis by using onion peel. Yannong's photometer experiment to demonstrate the process of rate of transpiration. Study of distribution of stomata in leaf peel. Study of bacteria in root nodules. Study of anaerobic respiration by using germinating seeds. Yeast fermentation and production of alcohol. ഇത്രയും എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും പടങ്ങളും കൊടുത്തിട്ടുണ്ട്. ഉചിതമായവ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിൽ എഴുതാവുന്നതാണ്. പ്രാക്ടിക്കൽ റെക്കോർഡ് വരയ്ക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഐഡിയകളും നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ Raju Science World for more videos.